നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു സ്പെഷ്യൽ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഇങ്ങനെയേ ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു അട്ടാറായിട്ടാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഫിഷ് കറി കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കണേന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളുടെ കറിയിലേക്ക് വേണ്ടുന്ന മീൻ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തിരുത്ത മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള പീസുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ബാക്കി കാര്യങ്ങളങ്ങ് ചെയ്തെടുത്തേക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു സവാള, ഇത് നമുക്ക് മുഴുവനും വേണ്ട, ഇതിൻ്റെ പകുതി മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, ഇത്രയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ സവാള ആയതുകൊണ്ട് ഞാൻ പകുതി എടുക്കുന്നുള്ളൂ. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമ്മളുടെ കറി തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള മീൻകറിയാണ്. അപ്പോൾ ഒരു 3/4 കപ്പ് അളവിൽ തേങ്ങയും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്കൊന്ന് ചൂടാക്കിയിട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചട്ടി ഒന്ന് ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചെയ്തെടുത്ത് ഉണ്ടാക്കുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു മീൻകറിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് 3ഉം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുത്താൽ മതി. ഒത്തിരി അങ്ങ് വഴണ്ടൊന്നും പോകണ്ട. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഒരു 3/4 കപ്പ് തേങ്ങ അങ്ങനെ തന്നെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഒത്തിരി അങ്ങ് വറുത്ത് മൂപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ ഒരു മിക്സിൻ്റെ ഒപ്പം കടന്ന് തേങ്ങ ഹൈ ഫ്ലെയിമിൽ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ 2 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ ഈ ഒരു കറിക്ക് നല്ല ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പൊടികളും തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയിലെ വെള്ളം ഒരല്പം ഒന്ന് വറ്റി പൊടികളൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊന്ന് ആറാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് ആറിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളുടെ കറി അങ്ങ് പെട്ടെന്ന് റെഡിയാക്കി എടുത്തേക്കാം. അപ്പോൾ നല്ലൊരു മൺചട്ടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. മീൻ കറി എപ്പോഴും നമ്മൾ മൺചട്ടിയിൽ റെഡിയാക്കി എടുക്കുമ്പോഴാണല്ലോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലപോലെ ഒന്ന് പൊട്ടട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം. ഞാനൊരു 8-10 ചെറിയുള്ളി കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളി ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യാതെ കറിയിലിട്ട് കൊടുത്ത് അത് റെഡിയാക്കി എടുത്ത് കഴിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിരിക്കും. ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളകും കൂടി അങ്ങ് ഒടിച്ചിട്ട് കൊടുത്തേക്കാം. ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കറിയിലേക്ക് വേണ്ടുന്ന കുടംപുളിയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 മീഡിയം വലുപ്പത്തിലുള്ള കുടംപുളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിരുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഉടനെ തന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ തേങ്ങ അരച്ച മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലേക്ക് വെള്ളം ഒഴിച്ച് കലക്കിതാ ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് ടോട്ടൽ 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. ഇനി എല്ലാം കൂടി നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടങ്ങ് തിളച്ച് വരട്ടെ. അപ്പോൾ ചെറുതായിട്ട് കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം.
ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് നമ്മളുടെ അരപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അത് ആവി പുറത്തേക്ക് പോകാൻ പാകത്തിന് ഇതുപോലെയാണ് ഒന്ന് മൂടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ അരപ്പൊക്കെ നല്ലപോലെ തിളച്ച് ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങളങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ സൈഡിലുള്ള ആ ഒരു അരപ്പ് കാര്യങ്ങളൊക്കെ കട്ട പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഒന്ന് നടുക്കോട്ടൊന്ന് ആക്കി കൊടുക്കുക. ഇതൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുത്തില്ല എങ്കിൽ കറിയൊക്കെ റെഡിയായി വരുന്ന ടൈമിൽ ചെറുതായിട്ടൊക്കെ അരപ്പ് അവിടെ ഇവിടെ കട്ട പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അറിയില്ലാത്ത കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മളുടെ കറി ചെറുതായിട്ടൊന്ന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. ചെറിയൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പാകത്തിനൊന്ന് വറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലകൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇളക്കൊന്നും ചെയ്യണ്ട. ഇതുപോലെ ഒന്ന് 2 സൈഡും പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഈ ഒരു കറി ഇരുന്ന് ആറി വരുമ്പോൾ ഒന്നുകൂടി കുറുകി കിട്ടും. അപ്പം നമ്മളുടെ മീൻകറി നല്ല അടിപൊളി ടേസ്റ്റിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രുചിയോടും നല്ല സ്മെല്ലോടും ഒക്കെ കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ലൈഫിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അട്ടാറ് മീൻകറിയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത്. നല്ല ചൂട് ചോറിനും കപ്പയ്ക്കും ഒക്കെ പൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു നല്ല കിടിലൻ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.